കത്തുചോരൽ വിവാദത്തിൽ കൃത്യമായ മറുപടിയില്ലാതെ സിപിഎം നേതൃത്വം. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പാർട്ടിയെ വലിച്ചിഴക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. കോടതിയിലെ കേസിൽ പാർട്ടി കക്ഷിയല്ലാത്തതുകൊണ്ട് അവർ തമ്മിൽ നിയമപോരാട്ടം നടത്തട്ടെ എന്നും നേതാക്കൾ പറയുന്നു. എന്നാൽ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിവാദത്തിന് പാർട്ടി മറുപടി പറയുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. കത്തുചോർച്ച വിവാദത്തിൽ സിപിഎമ്മിന്റെ മൗനം തുടരുകയാണ്. വലിയ പ്രതികരണത്തിന് നിൽക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എം.വി. ഗോവിന്ദന്റെ പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ പേര് പ്രതിപാദിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണമോ എന്നുള്ള കാര്യത്തിൽ പിന്നീടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക എന്ന് മനസ്സിലാക്കുന്നു. സൈഫ് ആദ്യം ചേരുന്നു. സൈഫ്, ഇനി വലിയ പ്രതികരണത്തിലേക്കൊന്നും കടക്കേണ്ട, പറയാനുള്ളത് പറഞ്ഞു എന്ന രീതിയിലാണോ പാർട്ടി നിൽക്കുന്നത്? പക്ഷേ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുമില്ലേ? അതെ ധന്യ, ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ആ കത്തിനകത്ത് ഉണ്ട്. ബിക്ക് നൽകിയ കത്താണ്. ആ കത്താണ് കോടതിയുടെ ഭാഗമായിട്ട് പുറത്തു വരുന്നത്. അതിനകത്ത് പല ആൾക്കാരുടെയും പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു ഗൗരവ സ്വഭാവത്തിൽ എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സിപിഎമ്മിന്റെ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഈ കത്ത് ആദ്യമായിട്ടല്ല വരുന്നത്. ഒരു 4 വർഷം മുമ്പ് ഇങ്ങനൊരു പരാതി അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണന് കിട്ടിയതാണ്. പിന്നീട് അത് ഇംഗ്ലീഷ് രൂപത്തിലാക്കിക്കൊണ്ട് അശോക് ധവളയ്ക്ക് ഈ ഷർഷാദ് നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്നെന്താണോ നടപടി സ്വീകരിക്കേണ്ടത് അത് രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ എം.വി. ഗോവിന്ദന്റെ മകനാണ് അത് പുറത്തുവിട്ടതെന്ന ആരോപണം മറ്റൊരാൾ ഉന്നയിക്കുന്നതാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളല്ല ആരോപണം ഉന്നയിക്കുന്നത്. ഇത് കോടതിയുടെ ഭാഗമായിട്ട് പുറത്തു വന്ന രേഖയാണ്. അങ്ങനെ കോടതിയുടെ ഭാഗമായിട്ട് പുറത്തു വന്ന രേഖ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എങ്ങനെ പുറത്തുവിട്ടു എന്നുള്ള ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിനകത്തൊരു യുക്തിഭദ്രമായ കാര്യമില്ല എന്നാണ് നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ എം.വി. ഗോവിന്ദൻ അസംബന്ധമാണ് എന്ന പ്രതികരണം നടത്തിയത്. പാർട്ടി ജനറൽ സെക്രട്ടറി എം.എ. ബേബി ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ വിവാദങ്ങൾ അങ്ങനെ കെട്ട് അടങ്ങുന്നില്ല. അതുകൊണ്ട് ഒരു പ്രസ്താവന അത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നായിരിക്കില്ല. ഒരു PB കമ്മ്യൂണിക്ക ചിലപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഒരുപക്ഷെ ഒരു PB കമ്മ്യൂണിക്ക പുറത്ത് വന്നേക്കാം. അതും ഉറപ്പില്ല. അതിന് ഗൗരവ സ്വഭാവത്തിൽ എടുക്കേണ്ടതില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്ത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് സിപിഎം നേതൃത്വം ഒരുപക്ഷെ ചെയ്തേക്കും. എന്തായാലും എം.വി. ഗോവിന്ദൻ കാര്യമായ ഒരു പ്രതികരണത്തിലേക്ക് അതിനകത്ത് കടക്കാൻ സാധ്യത കുറവാണ്. മറ്റുള്ള ആൾക്കാരാണ് പ്രതികരിക്കും. ഇപ്പോൾ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് പറയുമ്പോൾ തോമസ് ഐസക് എന്തൊക്കെയോ വഴിവിട്ട കാര്യങ്ങൾ ചെയ്തുവെന്ന് ആ കത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. എം.പി. രാജേഷിന്റെ ഒരു പ്രതികരണം ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗൗരവ സ്വഭാവത്തിലേക്ക് അതിനെ എടുക്കേണ്ടതില്ല എന്നുള്ള പൊതു നിലപാടാണ് സിപിഎം നേതൃത്വത്തിന് പൊതുവെ ഉള്ളത് തന്നെ. ഒരു ഭാഗത്ത് സാമ്പത്തിക തിരിമറി ഉൾപ്പെടെ മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എം.പി. രാജേഷിന്റെ തോമസ് ഐസക്കിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ മറുഭാഗത്ത് കണ്ണൂരിലെ സിപിഎം എന്നൊരു കാര്യമുണ്ട്. പിണറായിയുടെ പിൻഗാമി എന്നൊരു കാര്യത്തിലേക്ക് ഇല്ലെങ്കിൽ ഗോവിന്ദനിലേക്ക് കാര്യങ്ങൾ എത്തുന്നതുണ്ട്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും അത് പാർട്ടിക്കുള്ളിൽ ചർച്ചയാവുക എന്നുള്ളതാണ്. അത് പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട്. കണ്ണൂർ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് സിപിഎം നേതാക്കൾ സമ്മതിക്കില്ലെങ്കിലും അത് വസ്തുതയാണ്. അത് നമുക്കറിയാം. എം.വി. ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറി ആക്കിയത് മുതൽ പിന്നീട് PBയിൽ അദ്ദേഹത്തെ ഭാഗമാക്കിയത് മുതൽ ഉള്ള പ്രശ്നമാണ്. അത് E.P. ജയരാജന് അതിനകത്ത് പ്രശ്നമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മുതിർന്ന നേതാവായിട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ P. ജയരാജന് ചില പ്രശ്നങ്ങളുണ്ട്. അത് കണ്ണൂർ പാർട്ടിക്കുള്ളിലുള്ള സിപിഎം അടക്കി വെച്ചാലും അത് വസ്തുതയായി പുറത്തു നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എം.വി. ഗോവിന്ദനെതിരെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെങ്ങനെങ്കിലും തരത്തിലൊക്കെ ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കും എന്നുള്ള ആരോപണം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ വസ്തുതയൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഇപ്പോൾ E.P. ജയരാജൻ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ചെവി കൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമുള്ളത്. കണ്ണൂർ പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഫാക്ട് അവിടെ നിലനിൽക്കുകയും ചെയ്യുകയാണ് തന്നെ. ശരി സൈഫ്.